രജിത് കുമാർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ശരീര പ്രദർശനം നടത്തി ജീവിക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നൊക്കെ രീതിയിലാണ് ആളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും അതേ വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നു. പണം നൽകിയാൽ എന്തും കാണിക്കാം എന്ന അവസ്ഥ. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനും ബ്ലൂ ഫിലിമും തമ്മിൽ എന്താണ് വ്യത്യാസം? സോഷ്യൽ മീഡിയയിൽ കടുത്ത നിയന്ത്രണം വേണമെന്ന് ഡോക്ടർ രജിത് കുമാർ. ഇതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ. ബ്ലൂ ഫിലിമും ഇതും തമ്മിൽ എന്ത് മാറ്റമാണ് ഉള്ളത് എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇനി അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് പറയണേ. ഇന്നും കുറെ ആളുകൾ ചില ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. പണമുണ്ടാക്കാൻ എന്തും കാണിക്കാം എന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറുന്നു എന്നുള്ളത്. എന്തും കാണിക്കാം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലേ? വേറെ ഫാമിലിയൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തരത്തിൽ മനസ്സിലാവും. അതല്ല അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ പറയുന്നതിനോട് എതിരെ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. എന്തായാലും എനിക്കൊരു അഭിപ്രായമേ ഉള്ളൂ. കുട്ടികളെ വഴിതെറ്റിക്കാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് പൈസ ഏത് രീതിയിൽ അവർ 399 499 ഒപ്പിക്കും. അപ്പൊ മോഷ്ടിക്കണ്ടേ? അല്ലെങ്കിൽ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റുമോ, അമ്മ എനിക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണം, ഇന്ന ആളിന്റെ സബ്സ്ക്രിപ്ഷൻ കാണാൻ വേണ്ടി എനിക്ക് എടുക്കണം, ഒരു 399 രൂപ തരൂ എന്ന് പറഞ്ഞ് 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും പിള്ളേർ അവർക്ക് പൈസ കിട്ടൂലല്ലോ. അവർ പഠിക്കുന്ന കുട്ടികളല്ലേ. അതെ, അങ്ങനെ അവർക്ക് പൈസ കിട്ടില്ല. പക്ഷെ എല്ലാവരും ഇതുപോലെ ആവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നത് ചെറിയ പിള്ളേരാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോക്ക് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു നോക്കി, അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ഒറ്റയടക്ക് ആരാവുന്നത്, അമ്മാവനാകുന്നത് എന്നുള്ളതാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഇതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലേക്ക് മാറുന്നത് ഇത്തരം പോക്രിത്തരങ്ങൾ പല ആളുകളും കാണിക്കുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. എന്തുവാ ഞാൻ പറയുക, കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. ചില ആളുകളൊക്കെ ഈ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ പരസ്യമായിട്ടാണ് അല്ലെങ്കിൽ ചെറിയ റീലായിട്ട് അവർ ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക് എങ്ങനെ ഇടാം എന്നൊക്കെ പറയുന്ന വീഡിയോസ്. ഞാൻ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു, പക്ഷെ അതിലൂടെ ആഡ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വൾഗർ ആയിരുന്നു എന്നുള്ളതാണ്. ശരീരത്തിലെ ബാക്കി ഭാഗങ്ങൾ പരമാവധി പ്രദർശിപ്പിച്ചുകൊണ്ട് ലിപ്സ്റ്റിക്കിന്റെ പരസ്യം. മലയാളികളാണ് കേട്ടോ, വേറെ ആരുമല്ല. അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠപുസ്തകമോ ജീവിതം വിജയിപ്പിക്കാൻ ഒരു ഗുണപാഠമോ ആ സബ്സ്ക്രിപ്ഷനിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയും, ഞാൻ സപ്പോർട്ട് ചെയ്യാം. മനസ്സിലായി. അതൊന്നും ആരെങ്കിലും വേണ്ടേ മോളെ? അതെ, ആരെങ്കിലും വേണ്ടേ? ഒരു ഈ ഈവിൾ പിശാചിന്റെ പൈശാചികമായ പ്രവൃത്തി കൊണ്ട് നമ്മളെ കുട്ടികളുടെ തലമുറയെ വഴിതെറ്റിക്കുകയും തകർക്കുകയും ചെയ്യുന്നതിനെ എതിർക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? ആരെയും കാണുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഒരു തൂഫാനായിട്ട് വർക്ക് ചെയ്യുന്നു. നല്ലതല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതേ രീതിയിൽ നിരന്തരമായിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മളെ എന്താണ് ഇവരാക്കിയതെന്ന് നിങ്ങൾ കണ്ടതല്ലേ? ഇത്തരം കാര്യങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം എന്നാണ് ചില ആളുകൾ പറയുന്നത്. കാലങ്ങളായിട്ട് ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ ഇത് കാണുന്നുണ്ട് എന്നും, അമ്മമാരെ ഒന്ന് നോക്കണേ, പെങ്ങന്മാരെ ഇതൊന്നും നോക്കണേ, നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളോ ഇതിലൊന്നും പോയി വീഴരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് അവസാനം കിട്ടുന്ന പണി എന്താ അറിയോ? ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞതിന്റെ മുകളിൽ നമ്മളൊന്നും പറയാതെ പോലും പണി വാങ്ങുന്ന അവസ്ഥ. പക്ഷെ നിർത്താനൊന്നും പോകുന്നില്ല. ഇമാതിരി ഉളത്തരങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ആര് കാണിച്ചാലും ഇത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുന്നുള്ളതാണ്. എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് കാണിച്ചു കൂട്ടുന്നത്? ശരീര പ്രദർശനം, ചുണ്ടുകൊണ്ടുള്ള കോപ്രായത്തരങ്ങൾ. അയ്യയ്യയ്യേ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് അമ്മച്ചിമാരൊക്കെ ഇപ്പൊ വരുന്നടാ. കുറെ അമ്മച്ചിമാർ അത്തരം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ചില ആളുകൾ അങ്ങനെയൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടി നടന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അവരെ എന്തുമാതിരി സപ്പോർട്ടാ ചെയ്യുന്ന അറിയോ? എന്താ ചെയ്യാ? അതെ അതെ. അല്ല അപ്പൊ ഇതേപോലത്തെ ഒരു കാര്യം പറയുമ്പോ ഇപ്പം കുറെ ആൾക്കാർ ഇതിനെ വിമർശിച്ചുകൊണ്ട് വരും. അത് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം അത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ, അല്ലാത്ത ആൾക്കാർ അത് ചെയ്യണ്ട എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു വരുമല്ലോ. അപ്പൊ ആ ഒരു ഇതൊരു കോമൺ വെനമാണ്. ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. സമൂഹത്തിലുള്ള ഒരു വെനമാണ്, ക്യാൻസർ ആണ് സമൂഹത്തിലുള്ള. അപ്പൊ അത്തരം ക്യാൻസറുകളെ ഗവൺമെന്റ് തന്നെ, സർക്കാർ തന്നെ നിയന്ത്രിക്കുകയും ബാൻ ചെയ്യേണ്ടതുമാണ്. പക്ഷെ എവിടെയൊക്കെയോ അത് നടക്കുന്നില്ല. അത് നടത്താൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തൂഫാൻ ഇത്ര കാഞ്ഞു പിടിക്കുമ്പം MDMA വേണമെന്നുള്ളൊരു ഉപയോഗിക്കട്ടെ, വേണ്ടാത്തൊരു ഉപയോഗിക്കണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും? ഈ തൂഫാൻ വർക്ക് ചെയ്യുമ്പോഴേ
ഈ MDMA അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് ഇതെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നില്ലല്ലോ. വേണമെന്നുള്ളവർ ഉപയോഗിച്ചിട്ട് വേണ്ടാത്തവർ ഉപയോഗിക്കണ്ട എന്ന് പറയുന്ന ഒരു തീരുമാനം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും വേണ്ടത് ഇത് ഉന്മൂലനം ചെയ്യാന്നുള്ളതാണ്. ഉന്മൂലനം ചെയ്യുക. മേലെ അനങ്ങാതെ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ്. ശരീരത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് കുറേ ഞരമ്പന്മാർ മാത്രമല്ല, ഇതിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഓൺലൈൻ മാധ്യമങ്ങളും പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല പൈസയാണെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടു, അഷ്കർ ടെക്കി ചെയ്ത വീഡിയോ ആണ്. അതിൽ സിനിമയുടെ റിവ്യൂ പറയുന്ന ഒരു ചേച്ചിയാണ്. സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന രീതിയാണ് അതിൽ ഏറ്റവും പ്രഹസനം എന്നുള്ളതാണ്. ശരീരം എത്ര ഭാഗം കാണിക്കുന്നുണ്ട് ദൈവം തമ്പുരാൻ അറിയാന്നുള്ളത്. അങ്ങനെയൊക്കെ കാണിച്ചിട്ട് 20 സിനിമയുടെ റിവ്യൂ പറയുക, മില്യൺ കണക്കിന് വ്യൂ ഒക്കെ. സത്യം പറയട്ടെ, അഷ്കർ അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവമേ നമ്മളെയൊക്കെ ഇങ്ങനെ പടച്ചു വിട്ടത് കൊണ്ടാണ് ആരും കാണാനില്ലാത്തത് എന്നുള്ളത്. ഇല്ല. ഇല്ല, അത് കോമൺ ആയിട്ട് ബാൻ ചെയ്യല്ലേ. അതെ അതെ. അതിനേക്കാൾ വനമായിട്ടുള്ള സാധനമാണ് ഈ സാധനം. മനസ്സിലായ? കുട്ടികളെ തലമുറ ഇല്ലാതായി പോകുന്ന, അവരുടെ പഠനം ഇല്ലാതായി പോകുന്ന, അവർ ലൈംഗിക ആസക്തിയിൽപ്പെട്ട് തകരുന്ന ഒരു സാധനമാണ്. അതൊന്ന് ഞാൻ ശക്തമായിട്ട് തന്നെ ആ തരം വൃത്തികെട്ട സബ്സ്ക്രിപ്ഷനെ എതിർക്കുന്നു. വേറെ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. വിവരവും ബോധമുള്ള 90% മലയാളികൾക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് ഇനി ആര് സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഇത് തെറ്റാണ് എന്ന് രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയാൻ പേടിക്കേണ്ട ആവശ്യമുണ്ട്. നഗ്നായിരിക്കുന്നുണ്ടല്ലേ രാജാവ് നഗ്നാണെന്ന് വിളിച്ചു പറയാം. സാറിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ടാണ് ഇതിനെ എതിർത്തത് ഞങ്ങളെല്ലാവരും. ഈ എതിർത്ത ആളുകളൊക്കെ ആരാന്നറിയോ? വലിയ ദുഷ്ടന്മാരായിപ്പോയി, ദുഷ്ടന്മാർ. ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയ ആളുകളൊക്കെ ആരാന്നറിയോ? പുണ്യാളന്മാരും പുണ്യാളത്തിമാരും ആവുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. എത്ര നാള് പറഞ്ഞതാണ് ഞങ്ങൾ ഇതൊക്കെ. ആരും ആരും സപ്പോർട്ട് ചെയ്യില്ല ഇത്തരം കാര്യങ്ങൾ. ആരും സപ്പോർട്ട് ചെയ്യില്ല. തുടക്കത്തിൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും കേട്ടോ. പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരേതെങ്കിലും കുഴിയിൽ വീഴുമ്പോൾ ഇവരങ്ങ് സപ്പോർട്ട് ചെയ്യും. ഇതാണ് കണ്ടോണ്ടിരിക്കുന്നത്. രാജാവിനെ സൂചിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ സമൂഹത്തിന് വേണ്ടി കുറെ നന്മ ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാണെന്ന് ബോധ്യപ്പെടും. അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമല്ലേ? സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ, എതിർക്കുന്നവരുണ്ടോ അല്ലേ? അതാണ്. ഞാൻ എൻ്റെ അമ്മയെ തല്ലാറില്ല. അമ്മ എന്നെ തല്ലും, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. അതുപോലെ എൻ്റെ രാജ്യത്തിനെ, എൻ്റെ തലമുറ കുട്ടികളെയും സമൂഹത്തിലെ മലയാളി കുട്ടികളെയും തകർക്കാനും നശിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് കാര്യങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും കുറെ പേര് മനസ്സിലാക്കാതെ എതിർക്കുകയാണ്. എന്തിനും എതിർക്കുക എന്ന് പറയുന്ന ഒരു ശീലം മലയാളിക്ക്. എന്ത് വേണം കയറി ടേസ്റ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറയുന്ന കുറച്ചു പേർക്കുള്ളൊരു പരിപാടിയാണ്. അപ്പൊ അത് അവര് മനസ്സിലാക്കണം. അവർക്ക് സ്വന്തം മക്കളും സ്വന്തം കുടുംബവും തകരുന്നത് വരുമ്പോൾ, തകർച്ചയിൽ വരുമ്പോൾ അവർ മനസ്സിലാക്കും. നമുക്ക് അതുവരേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമുക്ക് ദീർഘവീക്ഷണത്തോടെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ നോക്കും. അതെ, എന്നും സപ്പോർട്ട് ചെയ്യേണ്ടവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് ചില ആളുകൾ നിങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം വീഡിയോസ് ചെയ്യുന്ന ആളുകളില്ലേ, ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോ, ശരീര പ്രദർശനം, ഇതൊക്കെ സത്യത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വീഡിയോസ് കാണുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നതും അവിടെയാണെന്നുള്ളതാണ്. ഫേസ്ബുക്കിലും കുറേ കാലം കണ്ടിരുന്നു. എന്തൊക്കെയായാലും ഇത്തരം വൃത്തികേടുകൾ കാണുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം, നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ട്. ഇവരിത് കണ്ട് ആ രീതിയിൽ പോകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് എത്ര കാലം ഇവരെ ഈ കഴുകനിൽ നിന്നും കുറുക്കനിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ കഴിയും? എത്ര നാൾ കഴിയും? അതൊക്കെ വളരെ കുറച്ച് കാലത്തേക്കേ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ അപകടം പിടിച്ച ഈ ഒരു വസ്തു ഉണ്ടല്ലോ, ഇത് ഇവർ ജനിച്ചു വീഴുന്ന സമയം മുതലേ കൈകളിൽ ഉണ്ട് എന്നുള്ളത്. നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഫോൺ ഇതൊക്കെയായിരുന്നു അല്ലേ? പിന്നീടാണ് മാറി ആൻഡ്രോയിഡിലേക്ക് എത്തുന്നത്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ മുതൽ ഇതുവരെയുള്ള എല്ലാ ടെക്നോളജികളും രുചിച്ചറിഞ്ഞ ആളുകളാണ്, നമ്മൾ കണ്ടറിഞ്ഞ ആളുകളാണ്. അപ്പൊ ഇവര് വാല് പൊക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ മക്കളെ ഇത്തരം കാര്യങ്ങളിൽ പോയി വീഴാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. ഈ മൊബൈൽ ഫോണൊക്കെ ഒരു 18 വയസ്സ് വരെ കുട്ടികളുടെ കയ്യിൽ ഈ ആൻഡ്രോയിഡും ഈ ഐഫോണൊന്നും വരാത്ത രീതിയിൽ ആക്കിയെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ്. ഇപ്പോഴും പാഠ്യപദ്ധതിയൊക്കെ മൊബൈൽ ഫോണിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു കൊറോണ കാലത്ത് വന്ന ഒരു സമ്പ്രദായമാണ് ഇതൊക്കെ. അതൊക്കെ മാറ്റി ഇവിടെയുള്ള കുട്ടികളെ സംരക്ഷിക്കാനാണ് സർക്കാർ നോക്കേണ്ടത്. ഇമ്മാതിരി ഊളത്തരം കാണിക്കുന്ന ആളുകളെയൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യാൻ പാടില്ല എന്ന രീതിയിലേക്ക് ആക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു സൈഡിലൂടെ പറഞ്ഞു വരും, ഇപ്പുറത്ത് കൂടെ വേറെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു വരും. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയും തേങ്ങാക്കൊലയൊക്കെ കണ്ട് കുട്ടികളൊക്കെ ആ രീതിയിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ കുറെ കാലം കഴിഞ്ഞാൽ ഒരു 2050 ആകുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് ആവുമ്പോൾ
മാന്യത, സംസ്കാരം ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ മക്കളെ നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് കഴിയില്ല. പുരോഗമന ചിന്താഗതിയാണത്ര പല ആളുകൾക്കും. ഈ പുരോഗമനത്തിൽ എന്തിനാണ് ഈ വസ്ത്രത്തിന്റെ അളവ് കുറയുന്നത് പിടുത്തം കിട്ടുന്നില്ല. ഓക്കെ, വെസ്റ്റേൺ കൺട്രീസിനെ നമ്മൾ അനുകരിക്കുന്നു. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കലികാലം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും സബ് അടിച്ചിട്ട് ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോയിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് എന്താണ് ഈ സബ്സ്ക്രിപ്ഷൻ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്? ശരീരത്തിന്റെ ഈ ഒരു അറ്റവും തറ്റവും കാണുന്നതാണോ നിങ്ങളിപ്പോൾ പോയി കാണുന്നത്? അതിൽ നല്ല ഗൂഗിൾ അടിച്ചാൽ ഇതിലും വലുത് കാണാലോ എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. എന്താ ഞാൻ പറയാ, കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് വിറ്റ് ജീവിച്ചിരുന്ന ആളുകളെ നിങ്ങൾ ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു വെട്ടിത്തര. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനർത്ഥം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രജിത് കുമാർ സാർ അന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ഓർത്താൽ നല്ലത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.